വെൽക്കം ടു ഡേ 4. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോണ്ടുകളെ കുറിച്ചാണ്. ഫോണ്ടുകൾ എന്താണ് എന്നൊരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവയെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നമുക്ക് അറിയണം. അവയെ എങ്ങനെ ജോഡിയാക്കണം എന്ന് നമുക്ക് അറിയണം. ഒരു ടൈറ്റിൽ ഫോണ്ടിന്റെ കൂടെ നമ്മൾക്ക് ഒരു സബ് ഹെഡിങ് വരുമ്പോഴത്തേക്കിന് ആഡ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളൊരു ഫോണ്ട് തിരഞ്ഞെടുക്കുന്നത്? ടൈറ്റിൽ ഫോണ്ടിന്റെ അല്ലെങ്കിൽ ഹെഡിങ്ങിന്റെ അതേ ഫോണ്ട് തന്നെയാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിനെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രസന്റേഷനുകളെ മികച്ചതാക്കാൻ ഫോണ്ടുകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. സോ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ നോക്കാൻ പോവുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പോഗ്രഫിയാണ്. നമ്മൾ കാണുന്ന ടെക്സ്റ്റിനെ വായിക്കാൻ എളുപ്പവും ആകർഷണമുള്ളതും ആക്കുന്ന കലയാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെറുതെ ഫോണ്ട് തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ല. ഫോണ്ടിന്റെ സൈസ്, ഫോണ്ടിന്റെ സ്പേസിങ്, അതിന്റെ അലൈൻമെന്റ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ടൈപ്പോഗ്രഫിയിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ പ്രസന്റേഷൻ കൂടുതൽ പ്രൊഫഷണൽ ആവും, കൂടുതൽ അട്രാക്റ്റീവ് ആവും. വ്യത്യസ്തങ്ങളായ ഫോൺ ടൈപ്പുകളെ പറ്റി നമുക്ക് നോക്കാം. ഈ ഫോണ്ടുകളുടെ പേര് നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ. പ്രിന്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ് ടൈംസ് ന്യൂ റോമൻ. ഇതൊരു ട്രഡീഷണൽ ഫോണ്ടാണ്. ഇതൊരു ഈ ഫോണ്ടിനെ വിളിക്കുന്നത് സെറിഫ് എന്നാണ്. അതായത് നമ്മൾക്ക് ആ ആ എസ് ഒക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ അറ്റത്തൊരു ചെറിയ സ്ട്രോക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് വായിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കുമെന്നാണ് പറയുന്നത്. ഒരു വളരെ ട്രഡീഷണൽ ഫോമൽ ഫോണ്ടാണ്. നമുക്കൊരു അക്കാഡമിക് സ്ലൈഡ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽക്കോ ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇനി ആ സ്ട്രോക്ക് ഇല്ലാത്ത ഫോണ്ടുകളെയാണ് സാൻസ് സെറിഫ് ഫോണ്ട് എന്ന് പറയുന്നത്. ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു വളരെ മോഡേൺ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഫോണ്ടാണ്. നമ്മളുടെ ഡിവൈസുകളിലൊക്കെ സെറിഫ് ഫോണ്ടുകളാണ് കൂടുതൽ വായിക്കാൻ എളുപ്പം. നമ്മൾ നോർമൽ യൂസിന് ഇപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നതും സെറിഫ് ഫോണ്ടുകളാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫോണ്ടുകളാണ്. ഇമ്പാക്ട് എന്ന് പറയുന്ന ഫോണ്ട് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത് ഭയങ്കര ഒരു ഡെക്കറേറ്റീവ് ഫോണ്ടുകളാണ്. നമുക്ക് ടൈറ്റിലിനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ബോഡി ടെക്സ്റ്റിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ബോൾഡ് ആക്കിയിരിക്കുന്നതല്ല, ആ ഫോണ്ട് അങ്ങനെയാണ്. വളരെ തടിച്ചിട്ടുള്ള ഒരു ഫാറ്റ് ഫോണ്ടാണത്. ഇനി നമുക്ക് മോണോസ്പേസ് ഫോണ്ടുകളുണ്ട്. ഇത് നമ്മൾ യൂഷ്വലി പ്രോഗ്രാമിങ്ങുകളിലാണ് ഉപയോഗിക്കുക, ടെക്നിക്കൽ ആവശ്യങ്ങൾക്ക്. അത് കൺസോളാസ് എന്ന് പറഞ്ഞൊരു ഫോണ്ട്, പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കോഡിങ് നമുക്കൊരു പ്രോഗ്രാമിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മോണോസ്പേസ് എന്നുള്ള പേരിൽ തന്നെയുണ്ട്. ഇപ്പം ഓരോ ലെറ്ററും എടുക്കുന്ന സ്പേസ് ഈക്വൽ ആയിരിക്കും. എസ്പെഷ്യലി നമുക്കൊരു പ്രോഗ്രാമിംഗ് ഇന്റർഫേസിലൊക്കെ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ഫോണ്ട് ടൈപ്പുകൾ നമ്മൾ കണ്ടു. പക്ഷെ ഇത് മാത്രമല്ല, ഇതല്ലാതെയും ഫോൺ ടൈപ്പുകളുണ്ട്. നമുക്ക് ഹാൻഡ് റിട്ടൺ പോലെയുള്ള കാലിഗ്രഫി മോഡലിൽ വരുന്ന ഫോണ്ടുകളുണ്ട്. അങ്ങനെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് പല ക്ലാസിഫിക്കേഷൻസും അതിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി ഫോണ്ട് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഇപ്പോൾ കണ്ട സാധനത്തിന് നമ്മൾ സാധാരണ പറയുന്ന ചില വാക്കുകൾ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ആവരുത്. എന്നാലും ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞ സാധനം എല്ലാം, ഞാൻ പറഞ്ഞു ടൈംസ് ന്യൂ റോമൻ ഒരു ഫോണ്ടാന്ന് പറഞ്ഞു, ഏരിയൽ ഒരു ഫോണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഫേസ് ആണ്. അതായത് ടൈംസ് ന്യൂ റോമൻ എഴുതിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ ഒരു പ്രത്യേക ഘടനയുണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു വിഷ്വൽ സിഗ്നേച്ചർ, ഈ സാധനങ്ങളൊക്കെ അതാണ് അതിനെ ഒരു ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നത്. അതായത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വിഷ്വൽ ഐഡന്റിറ്റി. ഇപ്പോൾ ഏരിയൽ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വട്ടമുള്ളൊരു രൂപമാണ്. ഇതാണ് ടൈപ്പ് ഫേസ്. അപ്പൊ ഏരിയൽ, ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ പറയുന്നത് ടൈപ്പ് ഫേസുകളാണ്, ഫോണ്ടുകളല്ല. ഈ ഒരു ടൈപ്പ് ഫേസിലെ ഒരു പ്രത്യേക ശൈലിയും വലുപ്പവും, അതായത് ഏരിയലിലെ ബോൾഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഫോണ്ട് എന്ന് പറയാം. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഫോണ്ട് എന്ന് പറയുന്നത് ഏരിയൽ എന്ന് പറയുന്നത് ഒരു ഫോണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചാലും തെറ്റില്ല. ഓക്കെ. ഇനി ഒരു ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലെയുള്ള ഡിഫറെന്റ് ഫോണ്ടുകളുടെ ഒരു കൂട്ടമാണ്. അതായത് ഏരിയൽ, ബോൾഡ്, റെഗുലർ, ഇറ്റാലിക്, ഇതെല്ലാം ഒരു ഒരേ ഫോൺ ഫാമിലിയിലെ അംഗങ്ങളാണ്. ഇനി ഫോണ്ടിനുള്ളിൽ സ്റ്റൈലുകളുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ റെഗുലർ, ബോൾഡ്, ഇറ്റാലിക് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇത് നമ്മൾക്ക് പല രീതിയിൽ നമ്മൾക്ക് ഫോണ്ടിനുള്ളിൽ ഒരുപക്ഷെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കാനോ നമുക്കൊരു ഹൈറാർക്കി ബിൽഡ് ചെയ്യാനോ ഒക്കെ ഈ സ്റ്റൈലിങ്ങുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോൺ പെയറിംഗ് ആണ്. നമ്മളുടെ ടൈറ്റിൽ സ്ലൈഡ് ശ്രദ്ധിച്ചോ? ടൈറ്റിൽ സ്ലൈഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഫോണ്ടുകളാണ്. അതിൽ ഒന്നാമത്തെ ഫോണ്ട് ജോർജിയ എന്ന് പറയുന്ന ഫോണ്ടാണ്. അതിന് നമ്മളൊരു ഹയർ
ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് അതിനൊരു സബ് ടൈറ്റിലിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സബ് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാലിബ്രി എന്ന് പറയുന്ന മറ്റൊരു ഫോണ്ടാണ്. അപ്പോൾ ഈ രണ്ട് ഫോണ്ടുകളും അതിൽ തന്നെ നമ്മൾ സൈസിലും കളറിലും ഒക്കെ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ എല്ലാ ഫോണ്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഇത് സാധാരണ ജോർജിയയും കാലിബ്രിയും നമ്മൾ സാധാരണ പെയർ ചെയ്യാറുള്ള ഒരു ഫോണ്ടുകളാണ്. സോ ഇങ്ങനെ ഫോണ്ടുകൾ പെയർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത് നമ്മൾ വൺസ് ഒരെണ്ണം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ തന്നെ നമ്മളുടെ സ്ലൈഡിൽ മുഴുവൻ ഉപയോഗിക്കുക. ഇപ്പം ഇതിന് മുൻപത്തെ സ്ലൈഡിലും അല്ലെങ്കിൽ ഈ സ്ലൈഡിലും ഒക്കെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ടെക്സ്റ്റ് കാണുമ്പോൾ ആ ഹെഡിങ്ങിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും ജോർജിയ തന്നെയാണ്. അതിലെ ബോഡി ടെക്സ്റ്റിന് നമ്മളുടെ ബോഡി ടെക്സ്റ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് കാലിബ്രിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ സ്ലൈഡുകളെ ഭയങ്കര ക്ലീനും പ്രൊഫഷണലും ഒക്കെ ആക്കും. ഇനി നമുക്ക് നമ്മളുടെ പർപ്പസിനനുസരിച്ചൊക്കെ ടോണുകളൊക്കെ ഈ ഫോണ്ടുകൾ, അതായത് ഈ ഫോണ്ടുകൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് മാറ്റാൻ പറ്റും. സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് നമുക്ക് ഏരിയൽ, കാലിബ്രി പോലെയുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഫൺ റൗണ്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൺ ക്വിസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റൗണ്ടഡ് ഫോണ്ടുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫോണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൈസിന്റെ കാര്യം പറഞ്ഞില്ലേ. സൈസ് ഏത് സൈസ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഹെഡിങ്ങുകൾക്ക് നമുക്കൊരു 32 to 44 നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡിങ്ങിലെ ടെക്സ്റ്റിന്റെ അളവൊക്കെ അനുസരിച്ച് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഹയറാർക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് നമ്മൾക്ക് എന്താ പറയുക, നമ്മളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ബോഡി ടെക്സ്റ്റിന് യൂഷ്വലി 20 to 28 എന്നുള്ള ഒരു റേഞ്ചിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൽ തന്നെ നമ്മൾക്കൊരു ബുള്ളറ്റ് പോയിന്റ് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇതുണ്ടോ സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കൊരു മെയിൻ ബുള്ളറ്റ് പോയിന്റിൽ നമ്മളൊരു സൈസ് കൊടുത്തിട്ട് അതിനേക്കാൾ മേ ബി ഒരു 2-4 പോയിന്റ് കുറവായിരിക്കും നമ്മൾ സബ് പോയിന്റുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോഴും നമുക്കൊരു ഹയറാർക്കി ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ബോൾഡ് ആക്കാം, കളറുകൾ കൊടുക്കാം, അതുപോലെ തന്നെ സൈസ് നമ്മൾക്ക് മാറ്റി കൊടുക്കാം എംഫസിസിന് വേണ്ടിയിട്ട്. എംഫസിസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൾട്ടിപ്പിൾ ഫോണ്ടുകൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും, ചില ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നത് ഒട്ടുമേ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നമുക്ക് പ്രധാനമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ചില മിസ്റ്റേക്കുകൾ, ഇപ്പോൾ ടൈറ്റിൽ സ്ലൈഡ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതേ ടൈറ്റിൽ സ്ലൈഡിനെ ഒന്ന് മാറ്റി ചെയ്തിരിക്കുകയാണ്. കോമിക് സാൻസ് എന്ന് പറഞ്ഞൊരു ഫോണ്ടുണ്ട്, വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ഫോണ്ടാണ്. അപ്പോൾ നമ്മളുടെ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ പ്രസൻറ്റേഷൻ, നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ ഒരു പ്രസൻറ്റേഷൻ്റെ പർപ്പസിന് അതൊരിക്കലും മാച്ച് ആവില്ല. രണ്ട്, നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എല്ലാം നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഞാനൊരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിലാണ് ഫോണ്ടിന് കളർ കൊടുത്തത്. അപ്പോൾ അതൊട്ടും വായിക്കാൻ പറ്റില്ല. സബ് ഹെഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു യെല്ലോയുടെ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ, പിന്നെ ഒരുപാട് സ്റ്റൈൽ ചെയ്യുക, ഷാഡോ കൊടുക്കുക. ഇപ്പം ഈ റെഡ് കളറിൽ വന്നിരിക്കുന്ന ഫോണ്ടിൽ ഒരു ഷാഡോ ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, ഔട്ട്ലൈൻസ് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈൻ എലമെന്റ്സിനും ഒരു പർപ്പസ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ആസ് ഐ സെഡ്, ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോൾഡുകൾ ഉണ്ടാവണം. ഇനി ഇത് നമ്മളുടെ ഇമ്പാക്ട് എന്ന് പറയുന്ന ഫോണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ലെറ്ററിങ് ഈസ് ലൈക്ക് ക്ലേ, ടൈപ്പ് ഈസ് ലൈക്ക് ലെഗോ. ലെറ്ററിങ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബിൽഡ് ചെയ്തെടുക്കാവുന്ന ഒരു സംഗതിയാണെങ്കിൽ, ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു പുതിയ രൂപം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള സിമ്പിൾ ഫോണ്ടുകൾ, അതിനെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഈ കോട്ട് പറഞ്ഞത് മാർക്ക് സൈമൺസൺ ആണ്. മാർക്ക് സൈമൺസൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കുറേ അധികം പ്രോക്സിമ നോവ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ അധികം ഫോണ്ടുകളുടെ ഒരു ബിൽഡർ കൂടിയാണ്. അപ്പോൾ ഇതേ ഫോണ്ട് തന്നെ ഇപ്പം ഇതിൽ ചെയ്ത ഇതുവരെയുള്ള സ്ലൈഡുകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് ഈ സ്ലൈഡ്. കാരണം ഒന്ന്, നമ്മൾ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു കോട്ട് എന്നുള്ള രീതിയിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ഫോണ്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. ഒന്ന്. രണ്ട്, നമ്മൾ അതിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാക്കി. ഇതുവരെയൊക്കെ ലെഫ്റ്റ് അലൈൻ ആണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ നമ്മളിത് സെൻറ്റർ അലൈൻ ചെയ്തു, സെൻറ്റർ ആൻഡ് മിഡിലേക്ക് അലൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. നേരെ നമുക്ക് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ആ ബ്ലൂ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട്
ലെറ്റേഴ്സിന് നമ്മൾ വൈറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് വായിക്കാൻ പറ്റും. അതേസമയം ഇതുപോലെയുള്ള ഒരു സ്ലൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് വൈറ്റ് ടെക്സ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത്ര അപ്പീലിംഗ് ആവണം എന്നില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി നമ്മളുടെ പ്രസൻറ്റേഷനുകളെ ബ്യൂട്ടിഫുൾ ആക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ പ്രസൻറ്റേഷനെ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആക്കാം, എങ്ങനെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആക്കാം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പെർഫെക്റ്റ് പെയർ എന്താണ്? ഒരു ഫോൺ പെയർ. ഇപ്പം നിങ്ങളുടെ സ്ലൈഡിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ, ഹെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോണ്ട്, അതുപോലെ തന്നെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോണ്ട്, ഇതെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന ഈ കോട്ടിൽ തന്നെ നമുക്ക് നമുക്ക് നിർത്താം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഈ ചെറിയ ആക്ഷനുകളിലൂടെ നമുക്ക് പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ഡേ 4.